എല്ലാ കൂട്ടുകാർക്കും സ്പോർട്സ്മാൻ്റെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ കേസ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു BR റാങ്ക് ഫിഷിംഗ് വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ റാങ്ക് എന്ന് പറയുന്നത് ഹീറോയ്ക്ക് 2 സ്റ്റാർ ആണ്. നമ്മൾ എലൈറ്റ് ഹീറോയ്ക്ക് അടിക്കുന്ന വീഡിയോ ആണ് കേസ് ഇത്. അപ്പോൾ നമ്മൾ ഈ കളിയിൽ എങ്ങനെ കളിക്കും നമുക്ക് നോക്കാം കേസ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കിട്ടിയിരിക്കുന്നത് നെക്സ്റ്ററ മാപ്പാണ്. നമ്മൾ നേരെ മഡ് സൈറ്റിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നേരെ വന്നിറങ്ങിയപ്പോൾ നമുക്ക് ആദ്യം തന്നെ കിട്ടിയിരിക്കുന്നത് UMP ആണ്. അത്രയ്ക്ക് നല്ല തുടക്കമാണെന്ന് ചോദിച്ചാൽ അല്ല. ഓക്കെ, കാര്യം എനിക്ക് വീണേൻ്റെ കിട്ടി പറഞ്ഞു തീർന്നില്ല. അതിന് മുമ്പ് നമുക്ക് വീണേൻ്റെ കിട്ടിയിട്ടുണ്ട്. ഈ UMPയോടെ കളഞ്ഞേക്കാം. പക്ഷെ നമുക്ക് ചില ആപത്ത് ഘട്ടങ്ങളിലൊക്കെ നമ്മളെ രക്ഷിക്കുന്നത് UMP ആണ്. അത് വേറെ കാര്യം. എനിക്ക് ആ ഡോൺ വോയേജിൻ്റെ സ്കിന്നുള്ളത് കൊണ്ട് ഇപ്പോൾ നമുക്കത് ഉപകാരമാണ്. ഓക്കെ, ആഴ്സണൽക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്തോ ഗംഭീര തുടക്കമാണ് കേസ്. ഗംഭീര തുടക്കം. നേരത്തെ അത്രയ്ക്ക് നല്ല തുടക്കമല്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും തന്നെ ഗംഭീര തുടക്കം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇതേണ്ട വീണ്ടും വീണേൻ്റെ ലെവൽ 3 വെസ്റ്റ്. ഏതാ ഗംഭീര തുടക്കം തന്നെയായി. അപ്പോൾ നമ്മൾ തൻ്റെ വണ്ടി എടുത്തിട്ട് പോകുന്നുണ്ട്. നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ആഴ്സണൽ തുറക്കാനായിട്ടാണ് അതിന് 2 മിനിറ്റ് എങ്ങാനും ഉണ്ട്. അയ്യോ ആരും തന്നെ അടിക്കുന്നത് എന്തിയവൻ. ഞാൻ റിപ്പയർ കിറ്റ് അടിച്ചിട്ടുണ്ട്. അവനെ എനിക്ക് കാണുന്നില്ല. അപ്പോൾ പുറകിൽ നിന്ന് ആരും അടിച്ചു. അതാരാ? അവിടെ ആരും നിൽപ്പുണ്ട് കേസ്. നമ്മുടെ പുറകിലും ആരും ഉണ്ട്, ഇവിടെയോ ആരും ഉണ്ട്. വണ്ടി എടുത്ത് പോകാൻ നോക്കിയാൽ അതാരാടാ അടിക്കട്ടെ. അത്രയും കുത്തുകുത്തി. ഞാൻ സ്കൈലർ ഇട്ട് തുടങ്ങിയതേ ഉള്ളൂ. അതുകൊണ്ടാണ് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് പ്ലീസ്. ഞാൻ സ്കൈലർ ഇട്ട് കളിക്കാൻ പഠിച്ചിട്ടില്ല. ഞാൻ ആദ്യമായിട്ടെങ്ങാണ്ടാണ് സ്കൈലർ യൂസ് ചെയ്യുന്നത്. എന്തിയാവൻ കില്ല ഫിനിഷ്ഡ്. ഓക്കെ, അവനെ നമ്മൾ അവിടെ വെച്ച് ഫിനിഷ് ആക്കിയിട്ടുണ്ട് കേസ്. ഓക്കെ, 42 ലൈവ്, 1 കില്ല്. ആഴ്സണൽ തുറക്കാറായോ? ഇല്ല, 1 മിനിറ്റും കൂടെ ഉണ്ട് ആഴ്സണൽ തുറക്കാൻ. നമ്മളെ നേരത്തെ അടിച്ചവൻ അവിടെ കാണും. ഗ്ലൂ വാളിട്ട് സേഫ് ആക്കിയിട്ട് നമ്മൾ താണ്ടെ അവിടെ നിന്ന് ലൂട്ടടിച്ചുകൊണ്ടിരിക്കുവാണ്. AK ഉണ്ട് നമ്മുടെ കയ്യിൽ. AKയും P90 ആണ് ഉള്ളത്. ഗ്രോസ് കിട്ടിയിരുന്നേ കൊള്ളായിരുന്നു. നമുക്ക് അതിൻ്റെ വെപ്പൺ ഗ്ലോറും കൂടെ പുഷ് ചെയ്യാനുണ്ട്. ഓക്കെ, നമ്മൾ താണ്ടെ വണ്ടി എടുത്ത് ഇവിടുന്ന് പോവുകയാണ്. കുറച്ച് നേരം അവിടെ ഇവിടെയൊക്കെ കറങ്ങി നടക്കാൻ. വന്നിട്ട് നമുക്ക് ആഴ്സണൽ തുറക്കാം. അതാണ് ഇപ്പോഴത്തെ എൻ്റെ ഗെയിം പ്ലാൻ. ഓക്കെ, ഇല്ലെങ്കിൽ നമുക്ക് വേറെ വല്ലയിടത്തുള്ള ആഴ്സണലാണെങ്കിലും തുറന്നാൽ മതി. നമ്മൾ അവിടം വരെ വണ്ടി ഓടിച്ച് പോകുന്ന സമയമാകുമ്പോഴത്തേക്കും ആഴ്സണൽ തുറക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നമ്മൾ റോഡ് ടു 7K സബ്സ്ക്രൈബേഴ്സാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പോൾ അതേ ഇവിടെ ഒരു വീട് കാണുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് നല്ല ലൂട്ട് വല്ലതും കിട്ടുമെന്ന് നോക്കാം. ഓക്കെ, വെക്ടറാണ് അവിടെ കിടക്കുന്നത്. 2 ഡബിൾ വെക്ടർ ഡബിൾ ടൈംസ്. ഓക്കെ, നമ്മളവിടുന്ന് വണ്ടി എടുത്തിട്ട് താണ്ടേ പോകുന്നുണ്ട്. ആഴ്സണൽ തുറക്കാൻ സമയമായോ? ഇല്ല, ഇപ്പോഴും ഉണ്ട്. 38 സെക്കൻഡ് എങ്ങാണ്ട്. ഓക്കെ, നമുക്കിവിടെയൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കാം. അവിടെ ആരോ ഫൈറ്റ് എടുക്കുന്നുണ്ട്. വേണോ ഗൈസ്? 42. കുറേ ഡാമേജ് കൊടുത്തറ ഗൈസ്. എനിക്ക് ലാഗ് അടിച്ച് എനിക്ക് ഇത് വെക്കാൻ പറ്റിയില്ല. ഓക്കെ, ആ കളിയിൽ നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് 17+ ഡെയിലി മിഷൻ്റെ മാച്ചായിരുന്നു. പക്ഷേ ആ കളി അവിടെ വെച്ച് പോയി. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന മാപ്പെന്ന് പറയുന്നത് ബർമൂഡ മാപ്പാണ്. ഞാൻ ആദ്യം മില്ലിലോട്ട് ഇറങ്ങാമെന്നായിരുന്നു വിചാരിച്ചു. പിന്നെ നമുക്ക് ഈ പ്ലാന്റേഷൻ്റെ സൈഡിലുള്ള ഈ സ്ഥലത്തോട്ട് ഇറങ്ങാം. ഇവിടെ ആകുമ്പോൾ അത്യാവശ്യം ലൂട്ടൊക്കെ കിട്ടും. എന്നിട്ട് നമ്മൾ ഇവിടുന്ന് ലൂട്ടെല്ലാം അടിച്ച് കഴിയുന്ന സമയമാകുമ്പോഴത്തേക്കും എനിമീസ് എല്ലാവരും ഡെഡാവുമെന്നല്ല, ഹേർട്ട് തീരും. അപ്പോൾ എനിമീസ് എല്ലാവരും പതിയെ ഡെഡായി തുടങ്ങും. പിന്നെ നമ്മൾ ഇവിടുത്തെ വണ്ടി എടുത്തിട്ട് പോകാൻ നേരത്തെ ഒരു 30-35 ലൈവൊക്കെ ആവും ഗൈസ്. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്ന AN94ഉം AUGയും ആണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അടുത്തായിട്ട് കിങ് ഫിഷർ ഉണ്ട്. അവിടെ കിങ് ഫിഷറൊന്നും വേണ്ട. ഇവിടെ ഒരു മെഡിക്കറ്റ് ഉണ്ട്. M80 ഉണ്ട്. M80 വേണ്ട. ഇതെന്തുവാ? കാറുണ്ട്. അതും വേണ്ട. M14 ഉണ്ട്. M14 എടുത്തേക്കാം. ഓക്കെ, നമ്മൾ ഇതിൻ്റെ അകത്തുനിന്ന് നമ്മുടെ വല്ല SMG ഗണ്ണ് വല്ലതും കിട്ടുമോ? ഓക്കെ, പരാഫാളുണ്ട്. പരാഫാൾ എടുത്തേക്കാം. UMP ഉണ്ട്. ഓക്കെ, നേരത്തെ പറഞ്ഞതേ ഉള്ളൂ, എങ്കിലും നമുക്കത് എടുത്തേക്കാം UMP. ഓക്കെ, നമ്മൾ താണ്ടെ ഈ വണ്ടിയുടെ പേരെന്തുവായിരുന്നു? ഈ വണ്ടി എടുത്തിട്ട് നമ്മൾ താണ്ടെ ഇങ്ങോട്ട് വരുവാണ്. ഇവിടുന്ന് അത്യാവശ്യം ലൂട്ടെല്ലാം കിട്ടും. അതാണ്ട് ഈ സാധനം ഇവിടെ തുറന്ന് നോക്കാം. അടുത്ത എനിമി വല്ലതും ഉണ്ടോ എന്ന് നോക്കാം. അതാണ്ട് മാക്ടൺ കിടപ്പുണ്ട്. എനിക്കിപ്പോൾ അത് വേണ്ട. ഓക്കെ, ലെവൽ 3 വെസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അതെന്തായാലും നന്നായി. പരാഫാളും ഉണ്ട്. XM8 വേണോ? വേണ്ട, പരാഫാൾ തന്നെ മതി. XM8 എനിക്ക് ഗൺ സ്കിൻ ഇല്ല ഗൈസ്.
ദരിദ്രമാണ്. ഓക്കെ, ആ ഹേർട്ട് പതിയെ തീരാറായി. ഇനിയിപ്പോൾ അത് തീർന്നു കഴിയുമ്പോഴത്തേക്കും എനിമീസ് തന്നെ റിവൈവായി വരത്തില്ല ഗൈസ്. ഓക്കെ, ഓട്ടോ റിവൈവൽ ഓഫായി. ഓക്കെ, ഓട്ടോ റിവൈവൽ ഡിസേബിൾഡ്, അത് തീർന്നു. ഇനി എനിമീസിന് തന്നെ റിവൈവായി വരാൻ പറ്റത്തില്ല. ലൈവ് പതിയെ പതിയെ കുറയുന്നുണ്ട്. നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ഇപ്പോൾ എത്ര ടോക്കണായി? 400 ടോക്കണായില്ലേ? നമ്മൾ ഇങ്ങനെ കളക്ട് ചെയ്യാൻ നേരത്ത് 800 ടോക്കൺ ആകുമ്പോൾ പോയി ആഴ്സണൽക്ക് മേടിക്കാം. ഓക്കെ, അതാണ്ട് മെഡിക്കിറ്റ് ഉണ്ട്. മെഡിക്കിറ്റ് ഒരു മിനി യൂസിയൊക്കെ എക്യുപ്പായിട്ടുണ്ട്. എന്തിനാണോ മിനി യൂസിയൊക്കെ ശരിക്കും എന്തിനാണല്ലേ BR റാങ്കിൽ? ചിലപ്പോൾ മിനി യൂസി മാത്രമാണ് കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഉപകാരപ്പെട്ടേക്കാം. മറ്റേ അത് എന്തിനാണെന്നൊന്നും എനിക്കറിയത്തില്ല. ഓക്കെ, നമ്മൾ കണ്ട് ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. G36 ആരോ എന്നെ അവിടെ നിന്ന് അടിക്കുന്നല്ലോ. എവിടെ നിന്ന് അടിക്കുന്നത്? ആ വീട്ടിൽ നിന്നാണെന്ന് തോന്നുന്നു. ആ വീടിൻ്റെ അവിടെ ഇരുന്നിട്ടാണെന്ന് തോന്നുന്നു. എനിക്ക് അവനെ കാണാൻ പറ്റുന്നില്ല. സ്കോപ്പൊന്നും എൻ്റെ ഇല്ല. നമുക്ക് നേരെ എനിക്കിപ്പോൾ അടിക്കുകയൊന്നും വേണ്ട. കാര്യം എനിക്ക് ചെറിയ ലാഗുണ്ട്. ചിലപ്പോൾ എന്നെ അടിച്ചിട്ടാവും പോകും. നമ്മൾക്ക് ഈ വണ്ടി എടുത്തിട്ട് നേരെ പോവാം. ഓക്കെ, നമ്മൾ വണ്ടി എടുക്കുന്നുണ്ട്. ഇവിടെ താണ്ടെ ഒരു 200 ടോക്കൺ എടുക്കുക. എന്താണ്ട് അവിടെ ഒരുത്തൻ നിൽക്കുന്നു ഗൈസ്. അവിടെ ഒരുത്തൻ നിൽക്കുന്നുണ്ട്. അവനെ അടിക്കുക. ഓ, വണ്ടി കൊണ്ട് ഇടിച്ചിട്ട് ഞാൻ എപ്പോൾ വണ്ടി കൊണ്ട് വന്നാലും കയറട്ടെ. 12. അയ്യോ, കുറേ ഡാമേജ് കൊടുത്തു. കുറേ കൊടുത്തു. ഞാൻ ഇപ്പോഴും സ്കൈലർ ഉപയോഗിക്കാനൊന്നും എനിക്ക് അറിയത്തില്ല ഗൈസ്. ഞാനിപ്പോൾ ഓരോരോ ക്യാരക്ടർ സ്കില്ലായിട്ട് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ 1 വർഷമായിട്ട് ഉപയോഗിക്കുന്ന ദിമിത്രി ക്യാരക്ടർ അടുത്ത അപ്ഡേഷൻ മുതൽ 1 വർഷമായിട്ട് ഞാൻ ദിമിത്രി പ്ലസ് സോണിയാണ് യൂസ് ആക്കുന്നത്. പക്ഷേ ഇനി സോണിയ യൂസ് ചെയ്യുന്ന സമയത്ത് ദിമിത്രി യൂസ് ആക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ പിന്നെ അതുകൊണ്ട് ഉപകാരമില്ല. അതുകൊണ്ട് ഞാൻ ഇനി മാറ്റിയിട്ട് വേറെയുള്ള ക്യാരക്ടറൊക്കെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമാണിത്. ഓക്കെ, നമ്മൾ കണ്ട് ഇവിടുന്ന് വാർ ചെസ്റ്റ് എടുത്തു. വാർ ചെസ്റ്റിൽ നിന്ന് അങ്ങനെ വലിയ ലൂട്ടൊന്നും കിട്ടിയില്ല. നമ്മളിവിടുന്ന് നേരെ അങ്ങോട്ട് വിട്ടുപിടിക്കുവാണ്. ഈ ടോക്കണും കൂടെ എടുക്കാം. എന്നിട്ട് പോയിട്ട് ആഴ്സണൽ കീ മേടിച്ചിട്ട് ആഴ്സണൽ മേടിക്കാം. ഇനി എന്തായാലും നമുക്ക് പ്ലസ്സേ കിട്ടുള്ളൂ. കാര്യം ഇപ്പോൾ 26 ലൈവേ ഉള്ളൂ. നമുക്ക് ഒരു കില്ലും എടുത്തിട്ടുണ്ട്. ലംബോർഗിനി ഇവിടുന്ന് എടുക്കാം. എന്നിട്ട് ഇവിടുന്ന് ഒരു ടോക്കണും കൂടെ എടുക്കാം ഗൈസ്. ഓക്കെ, ഞാനിപ്പോൾ തപ്പിക്കൊണ്ടിരിക്കുന്ന P90 ആണ്. P90 കിട്ടുമെന്നാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. VSS അതൊക്കെ ആർക്ക് വേണം? ഇങ്ങനെ നമ്മളത് എടുത്തിട്ടുണ്ട്. അയ്യോ, ഞാനാ ഇൻഹേലർ എടുക്കാൻ മറന്നു എന്ന് തോന്നുന്നു. ഇൻഹേലർ എടുക്കാൻ മറന്നുപോയി ഗൈസ്. ഓക്കെ, ട്രോഗൺ നമുക്കൊരു മറ്റേ മോൺസ്റ്റർ ട്രക്കിൻ്റെ സംഭവം കിട്ടിയിട്ടുണ്ട്. അയ്യോ, എന്ത് ലംബോർഗിനിയൊക്കെ ഇവിടെ ഇരിക്കും. ലംബോർഗിനി എടുത്തിട്ട് ഇത് ആഴ്സണൽ കീ അല്ലായിരുന്നു ഗൈസ്. മറ്റേ ടൈപ്പ് ആഴ്സണലായിരുന്നു. അപ്പോൾ ആഴ്സണൽ കീ മേടിക്കാൻ പറ്റത്തില്ല. ഞാനത് ശ്രദ്ധിച്ചില്ല. ഞാൻ ഈ കളിയിൽ എനിക്ക് തോന്നുന്നു ആ ആഴ്സണലിൻ്റെ അവിടെ പോയി നിൽക്കുമായിരുന്നു തോന്നുന്നു. അതെ, ഞാൻ ഈ കളിയിൽ അവിടെ പോയി നിൽക്കുമായിരുന്നു. ഓക്കെ, നമ്മൾ ഇതാണ്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ കറങ്ങി നിൽക്കാം. ഇത് ചടങ്ങാണ് കേസ്. ഇവിടെ ഇങ്ങനെ നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചടങ്ങാണ്. ഇങ്ങനെ കുറേ നേരം ഇവിടെ നിൽക്കണം. ഇങ്ങനെ നിൽക്കാൻ നേരത്ത് ഇപ്പോൾ സോണിൻ്റെ പുറത്തായതുകൊണ്ട് എനിമീസൊന്നും അങ്ങനെ ഓടി വരത്തൊന്നുമില്ല. ഇല്ലെങ്കിൽ ഭയങ്കര ചടങ്ങാണ് ഇങ്ങനെ നിൽക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ കേസ്, നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നേ. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുന്നേ. നിങ്ങൾ ഇത്ര നേരം കാണുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടാണ് കാണുന്നത്. അപ്പോൾ ലൈക്കാക്ക്. നിങ്ങൾ എന്തുവായി ഇത്? നിങ്ങൾ ലൈക്കൊന്നും ചെയ്യാതെ എന്താ വീഡിയോ കാണുന്നത്? ലൈക്ക് ചെയ്യ്. ഓക്കെ, അതുകൊണ്ട് ആഴ്സണൽ ഇവിടെ കംപ്ലീറ്റ് ആവാറായി. സേഫ് സോൺ അവിടെ സ്റ്റോപ്പായിട്ടുണ്ട് കേസ്. അതെന്തായാലും നന്നായി. ഓക്കെ, ആഴ്സണലൊന്ന് കംപ്ലീറ്റ് ആയിരുന്ന കൊള്ളായിരുന്നല്ലോ. നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങി തുറക്കം ആഴ്സണലേ. ഓക്കെ, RGS ഒക്കെ ഉണ്ട്. യേശു പിടി. ഗ്രോസ കിട്ടി. P90 കൂടെ കിട്ടിയാൽ മതി. അങ്ങനെയാണ് നമ്മുടെ കോംബോ കിട്ടും. P90 പ്ലസ് ഗ്രോസ ഏതാ? പിന്നെ ആ കളി നമുക്ക് ഇതാണ്. ആ കളി ഒരു ടോപ്പ് 10 ബൂയ ഇല്ലെങ്കിലും നമുക്ക് ടോപ്പ് 10 എങ്കിലും കിട്ടും. ടോപ്പ് 10 ടോപ്പ് 5 ഇത് നമുക്ക് കിട്ടും. ഗ്രോസ പ്ലസ് P90 കയ്യിലുണ്ട്. ഇല്ലേ വല്ല ലാഗ് വല്ലതും അടിക്കണം. എങ്കിലേ നമ്മൾ ചാവുള്ളൂ. നമുക്ക് ഗൈസ് ഇവിടുന്ന് നേരെ പീക്കിലോട്ട് പോകാം ഗൈസ്. പീക്കിലോട്ട് പോകാൻ നേരത്ത് P90 ഇവിടുന്ന് തന്നെ നമുക്ക് കിട്ടി. ഞാൻ പീക്കിലോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഇരിക്കുമായിരുന്നു അവിടുന്ന്. പക്ഷെ നമുക്ക് അവിടുന്ന് തന്നെ P90 കിട്ടി ഗൈസ്. ഓക്കെ, നമ്മളെ പുറകിൽ നിന്ന് ഏതോ ഒരുത്തൻ അടിക്കുന്നുണ്ട്. നമുക്കിപ്പോൾ വണ്ടി എടുത്തിട്ട് പോകാതായിരിക്കും നല്ലത്. പക്ഷെ ഞാൻ വണ്ടി അവിടെ ചെന്നിട്ട് സ്റ്റോപ്പാക്കും കേട്ടോ. അവിടെ എങ്ങാണ്ട് ചെന്നിട്ട് ഞാൻ വണ്ടി സ്റ്റോപ്പാക്കും. എന്നിട്ട് ഞാൻ തിരിച്ച് വന്നിട്ട് അവനെ അടിക്കാനായിട്ട് നോക്കും. നിങ്ങളത് കണ്ടോ? ഇതെന്തോ ഉണ്ടാവണമെന്ന് നിങ്ങൾ നോക്കണം. അതാണ് മെയിൻ. അതാണ് ഹൈലൈറ്റാണത്. ഇപ്പം ഞാൻ ഈ പാറയുടെ പുറകിൽ കൊണ്ടുപോയിട്ട് എങ്ങാണ്ട് വണ്ടി നിർത്തും. പാറയുടെ അല്ലല്ലോ, ഇവിടെ എങ്ങാണ്ട് ഞാൻ വണ്ടി നിർത്തും. എന്നിട്ട് ഇവിടെ ഇറങ്ങും.
എന്നിട്ട് ആ പാറയുടെ പുറകിലോട്ട് പോകും. ഞാനിപ്പോൾ അവനെ തപ്പിക്കൊണ്ടിരിക്കും. അവൻ എവിടെയാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ നേരത്തെ അവൻ അടിച്ചപ്പോൾ ആ വീടിൻ്റെ പുറകിൽ നിന്നായിരുന്നു അവൻ അടിച്ചത്. ഇപ്പോൾ അവൻ എവിടെയാണെന്ന് ഞാൻ തപ്പിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവൻ ഇങ്ങോട്ട് ഫയർ ചെയ്ത് അവൻ കാണിച്ചു തന്നു. പിന്നെ ഞാൻ കുറേ ഞെക്കി കൊടുത്തു, പക്ഷേ 21 മാത്രമേ പോകുള്ളൂ. പിന്നെ ഞാൻ ഞെക്കി, അവനെന്നെ കില്ല് ചെയ്ത് ഫിനിഷ് ആക്കുമെന്ന് ഞാൻ വിചാരിച്ചു. എനിക്ക് ലാഗ് ഉണ്ടായിരുന്നു. എന്നിട്ടും അവൻ ഫിനിഷ് ആക്കിയില്ല. ലാസ്റ്റ് ഒരു ഗ്രോസൊക്കെ ഒരു ഹെഡ് കയറി 135. അതിലവൻ ഫിനിഷ് ആവുകയും ചെയ്തു. ഓക്കെ, ഞാൻ ഇത് കഴിഞ്ഞിട്ട് ലൈവ് നോക്കിയപ്പോഴാണ് ഞെട്ടിയത്. 10 ലൈവ് 2 ഇല്ല. നമ്മളങ്ങനെ ടോപ്പ് 10 കയറിയിരിക്കുകയാണ് ഗൈസ്, ഞാൻ പറഞ്ഞില്ലേ. ഓക്കെ, ഇവിടുന്ന് താണ്ടേ നമ്മൾ വണ്ടി പിടിച്ച് പോവുകയാണ്. ഇനി നമ്മൾ പയ്യെ കളിച്ചാറാണെങ്കിലും മതി. ലാസ്റ്റത്തെ എനിമി വരുമ്പോഴാണെങ്കിലും നമ്മൾ അടിച്ചിട്ടാൽ മതി. ഇനി പയ്യെ പിടിച്ച് കളിക്കാം ഗൈസ്. ഈ ഫൈറ്റിനൊന്നും അങ്ങനെ പെട്ടെന്നൊന്നും പോകണ്ട. ഓക്കെ, നമ്മൾ താണ്ടേ ഈ പോച്ചിനോക്കിൻ്റെ അവിടെ വന്നിട്ടുണ്ട്. പോച്ചിനോക്കിൻ്റെ അവിടെ താണ്ടേ ആരോ ഫൈറ്റ് ഇറക്കുന്നുണ്ട്. ഈ കളിയിൽ ഞാൻ ഫൈറ്റ് എടുക്കാൻ പോയായിരുന്നു, ഞാൻ മറന്നുപോയി. ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് എനിക്കറിയാത്തത്. ഓക്കെ, ഞാൻ എന്നിട്ട് ഞാൻ തിരിച്ച് വണ്ടി കയറി പോകാനായിട്ട് നോക്കി, പക്ഷേ വണ്ടി അവൻ പൊട്ടിച്ചു. പിന്നെ എനിക്കൊന്നും ചെയ്യാനില്ല. പുറത്തുനിന്ന് ആരാണ്ട് അടിക്കുന്നുണ്ടായിരുന്നു തോന്നുന്നു. അങ്ങനെ ആ കളി നമ്മളവിടെ ചത്തിട്ടുണ്ട് ഗൈസ്. ഈ കളിയിൽ നമുക്ക് എത്ര പ്ലസ്സാണ് കിട്ടിയത്? ഈ കളിയിൽ നമുക്ക് കിട്ടിയത് 18 പ്ലസ്സാണ്. പിന്നെ ഈ ബൂയി അടിക്കാൻ എത്ര? 15 പ്ലസ്സാണെന്ന് കാണുന്നു. 15 തോന്നുന്നു, ആയിരിക്കും. ഓക്കെ, നമ്മൾ താണ്ടെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഈ കളിയിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് നെക്സ്റ്ററ മാപ്പാണ്. നമ്മൾ നേരെ വന്ന് ഇറങ്ങുന്നത് എങ്ങോട്ടാണ്? പ്ലസാരിയയിലോട്ട്. ഓക്കെ, പ്ലസാരിയയിലോട്ട് നേരെ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. പ്ലസാരിയയിൽ ഇറങ്ങി ആദ്യം തന്നെ അവിടെ കിടക്കുന്നത് എന്താണ്? ഒരു റിപ്പയർ കിറ്റും A94 ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. A94 ഗേസ്, നിങ്ങൾക്ക് A94 എത്ര സ്കിന്നുണ്ടെന്ന് താഴെ കമൻറ്റ് ചെയ്യുക ഗേസ്. ഓക്കെ, നമുക്ക് താണ്ടെ UMP കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ എപ്പോഴും എല്ലാ കളിയിലും UMP ആണല്ലോ. ഓക്കെ, അവിടെ ആരോ ഫൈറ്റ് എടുക്കുന്നുണ്ട്. നമുക്കിപ്പോൾ ഹേർട്ട് ഉള്ളതുകൊണ്ട് വേഗം പോയി ഫൈറ്റ് എടുക്കാം. ഹേർട്ട് തീരുന്നതിന് മുന്നേ ഫൈറ്റ് എടുത്തിട്ട് ചത്താലും കുഴപ്പമില്ലല്ലോ. ഓക്കെ, അവനെ ഞാൻ അത്ര ഡാമേജ് കൊടുത്തു, പക്ഷേ നടന്നില്ല. അതിനുശേഷം ഞാൻ അകത്തോട്ട് ചാടിയിട്ട് പിന്നെ ഡാമേജ് കൊടുക്കാൻ നോക്കി. അപ്പോൾ അവൻ പെട്ടെന്ന് അപ്രത്യക്ഷയായി. അവൻ അപ്പുറത്ത് എന്നെ നോക്കി നിൽപ്പുണ്ടായിരുന്നു. അവൻ എന്നെ വന്ന് ഫിനിഷ് ആക്കിയിട്ടുണ്ട്. സാധനം വേറെ ഏതോ ഒരുത്തം ഫിനിഷാക്കി. എന്നിട്ട് ഞാൻ പെട്ടെന്ന് റിവൈവായിട്ട് വന്നു. ആ ഹേർട്ട് തീരുന്നതിന് മുന്നെയാണ് ചത്തത്. അപ്പോൾ ഞാൻ ഈ കളിയിൽ നമുക്ക് ഇത്തിരി പ്ലസ് വേണമല്ലോ, അതുകൊണ്ട് നമ്മളിവിടെ സർവൈവ് ചെയ്ത് കളിക്കുകയെന്ന് പറഞ്ഞിട്ടാണ് ഈ ഗ്രാവലാബ്സിൻ്റെ അപ്പുറത്തുള്ള സ്ഥലത്തോട്ട് വന്നത്. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചപ്പോഴാണ് കണ്ടത് ഗ്രാവലാബ്സ് ബ്ലൂ സോൺ ആണെന്ന്. അപ്പോൾ ഗ്രാവലാബ്സിൽ ചിലപ്പോൾ എനിമീസ് കൂടുതലായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഈ ഗ്രാവലാബ്സിൻ്റെ സൈഡിൽ തന്നെ ഇറങ്ങി അവിടെ നിന്ന് ഇത്തിരി ലൂട്ടൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ നേരെ വന്നിറങ്ങി 200 FF ടോക്കണൊക്കെ എടുത്തു. കിങ് ഫിഷറാണ് ആദ്യം തന്നെ കിട്ടിയിരിക്കുന്നത്. പിന്നെ കിങ് ഫിഷർ, ഇതെന്താ? പിന്നെ M590 ഉണ്ട്. പൂക്കുറ്റി, പമ്പ് കണ്ണ്, പൊട്ടാസ്, അങ്ങനെ പല പേരുണ്ട്. ഓക്കെ, മാക്ടണും VSSും ആണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. വെസ്റ്റ് ലെവൽ 2 M80 വേണ്ട. ഓക്കെ, വുഡ്പെക്കർ എന്താ എടുക്കാത്ത എടുത്ത്. എന്നിട്ട് നമ്മൾ താണ്ടെ ഈ സാധനം ഇവിടെ പൊട്ടിച്ച് നോക്കാം. നമ്മൾ താണ്ടെ താഴത്തോട്ട് പോകുന്നത് ഈ വീടിൻ്റെ അകത്തുനിന്ന് വല്ല ലൂട്ടെല്ലാം കിട്ടുമെന്ന് നോക്കാം. അപ്പോൾ അതേ നമ്മൾ വീടിൻ്റെ അകത്തുള്ള ലൂട്ടെല്ലാം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ UMP ഉണ്ട്. UMP ഞാൻ എടുത്തില്ല ഇപ്രാവശ്യം. കിങ് ഫിഷറുണ്ട്. കിങ് ഫിഷറൊന്നും വേണ്ട. നമ്മുടെ കയ്യിൽ വുഡ്പെക്കറുണ്ട്. പിന്നെ എന്തിനാണ് കിങ് ഫിഷർ? പിന്നെ AK അവിടെ കിടപ്പുണ്ട്, അതൊന്നും വേണ്ട. പിന്നെ എങ്കിലും നമ്മൾ ലൂട്ടൊക്കെ അടിച്ചുകൊണ്ടിരിക്കുക. എന്തെങ്കിലും വല്ല മെഡിക്കൽ കണ്ട, ഇതുകൊണ്ടാണ് ഞാൻ ലൂട്ട് അടിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴും തോംസൺ എടുത്തേക്കാം. മാക്ടണേക്കാളും നല്ലത് തോംസണാണ് പറഞ്ഞാൽ എനിക്കിഷ്ടം അതാണ്. നമ്മൾ ഇവിടുന്ന് AK ഉണ്ട്. പിന്നെ ബൈസൺ, എനിക്ക് തോംസണേക്കാളും ഇഷ്ടം ബൈസണാണ്. പക്ഷേ SMGയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് P90 ആണ്. P90 കിട്ടിയില്ല. P90ക്ക് എനിക്ക് വെപ്പൺ ഗ്ലോറിയും പുഷ് ചെയ്യാനുള്ളതാണ്. നമുക്ക് വേണ്ടേ ഇതിൻ്റെ അപ്പുറത്തോട്ട് പോകാം. ഞാനെന്തോ ആഴ്സണൽ കീ മേടിക്കാത്തതെന്നാണ് എനിക്കിപ്പോഴും മനസ്സിലാവാത്തത്. ആഴ്സണൽ കീ മേടിക്കാനായിട്ട് എൻ്റെ ടോക്കൺ ഇല്ലാത്തതുകൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനിത് 2 ദിവസം മുന്നേ റെക്കോർഡ് ചെയ്തതായതുകൊണ്ട് ഗെയിം പ്ലേയിൽ എന്തുവാ നടന്നതെന്ന് എനിക്കിപ്പോൾ ഓർമ്മയില്ല. ഓക്കെ, ഇതാണ്ട് ഹൊറൈസലിനും ഉണ്ട്, P90 ഉണ്ട്. ഓക്കെ, 300-നൊക്കെ ലാഭമാണത്. P90 കിട്ടി, നമുക്ക് ഹൊറൈസലിനും കിട്ടി. ലാഭമാണ് 300-ന് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാര്യം ഹൊറൈസലിന് സാധാരണ ഇത് വെൻഡിങ് മെഷീനിൽ വന്നാൽ പോലും 600-നല്ലേ മേടിക്കണം. ഇപ്പോൾ 300 നമുക്ക് അതും കിട്ടി, പ്ലസ് P90 കിട്ടി. അപ്പോൾ നോക്കുമ്പോൾ താണ്ട് ഇവിടെ കിടക്കണം ഫ്രീ ആയിട്ട് P90. അവസ്ഥ. എന്തായാലും കുഴപ്പമില്ല, ഹൊറൈസലിനുണ്ടല്ലോ, ഹൊറൈസലിൻ കിട്ടിയല്ലോ, പിന്നെ എന്താ. ഓക്കെ, പരാഫാൾ അവിടെ ഉണ്ട്. ഇപ്പോൾ വുഡ്പെക്കർ ഉള്ളപ്പോൾ നമ്മളെന്തിനാണ് പരാഫാളൊക്കെ എടുക്കണേ? SKS കണ്ടു കഴിഞ്ഞാൽ ഞാൻ എടുക്കും.
എനിക്ക് വുഡ്പക്കറിനേക്കാളും കംഫർട്ട് എസ്കേസ് ആണ്. നിങ്ങൾ കമൻറ്റ് ചെയ്യുക എസ്കേസ് ഓർ വുഡ്പക്കർ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണെന്ന് പറഞ്ഞാൽ കമൻറ്റ് ചെയ്യും. ഓക്കെ, മെഡിക്കറ്റ് ഉണ്ട്. നമുക്കിപ്പോൾ 5 മെഡിക്കറ്റ് ഉണ്ട്. പിന്നെ എന്തിനാ ഇനി മെഡിക്കറ്റ് വാരിക്കൂട്ടുന്നേ? സപ്ലൈ ബോക്സും കിട്ടി, അതിൻ്റെ അകത്തുനിന്ന് 6 മെഡിക്കറ്റ് കിട്ടും. ഈ വണ്ടി എടുക്കുന്നുണ്ട്, ലോറി വണ്ടി. ഓക്കെ, ഇതിനെ നമുക്ക് ലോറി വണ്ടി എന്ന് വിളിക്കാം. ഓക്കെ, അവിടെ ആണ്ട് ആഴ്സണൽ അൺലോക്ക് ആയിട്ടുണ്ട്. ആഴ്സണൽ എടുക്കാനായിട്ട് ടോക്കൺ നമ്മുടെ കയ്യിലില്ല. നമ്മൾ ആണ്ട് ടോക്കൺ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ചെന്നിട്ട് ഫാം ടോപ്പ് ചെയ്യുന്നു, ഒരു ടോക്കൺ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോകാം. എല്ലായിടത്തുനിന്നും ഫാം ടോപ്പ് ചെയ്യൽ എടുക്കാൻ നമുക്ക് കിട്ടും, പക്ഷേ അവിടെ എനിമി കാണും. ഓക്കെ, നമുക്ക് അതുകൊണ്ട് ഇവിടെ ലെമ്പോ കിടപ്പുണ്ട്. അപ്പോൾ ലെമ്പോ നമ്മൾ എടുത്തുകൊണ്ട് പോവുകയാണ്. ഇവിടെ ഒരു ടോക്കൺ ഉണ്ട്, ഇതിൻ്റെ അകത്തൂടെ കയറി നമുക്ക് ടോക്കൺ എടുക്കാം. ഇവിടെ ഒരു ഫൈറ്റൊക്കെ എടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അതേ പുറകിൽ നിന്ന് ആരോ അവിടെ ആരോ ലാൻഡ് മൈൻ വെച്ചിട്ടുണ്ട് ഗൈസ്. ഇതാരോ അവിടെ ആരും നിൽപ്പുണ്ട്. ഓക്കെ, അടിക്കട്ടെ. കൊണ്ടില്ല, വേണ്ട. നമ്മളെന്തിനാ വെറുതെ ഫൈറ്റൊക്കെ എടുക്കാൻ പോകുന്നു? നമുക്ക് ഫൈറ്റൊന്നും വേണ്ട ഗൈസ്, നമ്മൾ സമാധാനപ്രിയനായിട്ട് ഇങ്ങനെ പോയാൽ മതി. അയ്യോ, ടോക്കൺ കിട്ടിയില്ലേ. ഇവിടുന്ന് എടുക്കണോ? ബോക്സിങ് ജിമ്മിൽ നിന്ന് എടുക്കണ്ടെന്ന് തോന്നുന്നു. ഈ വെൻഡിങ് മെഷീനിൽ നിന്ന് എടുക്കണ്ട. നമുക്ക് വേറെ വെൻഡിങ് മെഷീനിൽ പോയിട്ട് എടുക്കാം. നമ്മൾ അവിടെ നിന്ന് എടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ എനിമി അടിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഡെക്കാ സ്ക്വയറിൽ പോകണോ? വേണ്ട കേസ്, നമുക്ക് മഡ് സൈറ്റിൽ പോകാം. അതാകുമ്പോൾ സോണിലായതുകൊണ്ട് കുഴപ്പമില്ല. മഡ് സൈറ്റ് ഉറപ്പിച്ച് വേറൊരിടത്തും ഇല്ല. മഡ് സൈറ്റ് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ അകത്തൂടെ കയറാം. പെട്ടെന്ന് എത്തി. ഇനി ഇവിടെ ചെന്നിട്ട് വെൻഡിങ് മെഷീനിൽ നിന്ന് ആഴ്സണൽ കീ മേടിച്ചിട്ടുണ്ട്. ആഴ്സണൽ കീ, ഗ്ലൂ വാൾ 3 എണ്ണം, ഗ്ലൂ മെൽറ്റർ അതൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു 400 കൂടെ എടുത്തിട്ട് കിങ് സോഡ് എടുക്കാൻ പറ്റുമോ എന്ന് നോക്കാം. ഞാൻ കിങ് സോഡ് നോക്കിയിട്ടില്ല, അതിൻ്റെ അകത്ത് എടുക്കാൻ പറ്റുമോ എന്ന് നോക്കിയിട്ടില്ല. കിങ് സോഡ് ചിലപ്പോഴല്ലേ ഇതിൻ്റെ അകത്ത് കാണുള്ളൂ ഈ സാധനത്തിൽ. കിങ് സോഡ് ഉണ്ടോ എന്ന് നോക്കാം. കിങ് സോഡ് ഉണ്ടെങ്കിൽ നമുക്ക് ആ സാധനം എടുക്കാം. കിങ് ഇല്ല, ഓക്കെ, അതെടുക്കുന്നില്ല. എങ്കിലും നമ്മളിവിടം വരെ വന്നതല്ലേ, അപ്പോൾ ഒരു സൂപ്പർ റഡാർ വെച്ചിട്ട് പോവാം. ഓക്കെ, ഫ്രണ്ടിൽ 2 എനിമീസ് ഉണ്ട്. നമ്മുടെ ഇവിടെ എനിമീസൊന്നുമില്ല. ഒരു മെഡിക്കറ്റ് അടിക്കണോ? വേണ്ട കേസ്, നീ കേൾക്കുമോ? വേണേ ഒരെണ്ണം അടിക്കുക. ഞാൻ അടിച്ചോ ഇല്ലയെന്ന് ഓർക്കുന്നില്ല. ഓക്കെ, നമ്മളിവിടെ നിന്ന് വണ്ടി എടുത്ത് പോകുന്നുണ്ട്. നമ്മളുടെ സോണിലോട്ട് കയറുന്നുണ്ട് കേസ്. അവിടെ ആരോ ഫൈറ്റ് എടുക്കുന്നുണ്ട്. നമ്മൾ അതിലൊന്നും നോക്കുന്നില്ല. നമ്മൾ മാക്സിമം സർവൈവ് ഇട്ട് കളിച്ചാൽ മതി. നമ്മുടെ ലക്ഷ്യം റാങ്കാണ്, അല്ലാതെ നമ്മളിങ്ങനെ പീക്കിരി പിള്ളേരെ പോലെ അടിവെച്ച് റാങ്കൊന്നും കളയത്തില്ല. നമ്മൾ ലാസ്റ്റാണ് അടിക്കുക. ഏതാ എൻ്റെ ഡ്രൈവിങ് സ്കിൽസ് കണ്ടോ ഗൈസ്? ഏതാ ഡ്രൈവിങ് സ്കിൽസ്? എൻ്റെ ഡ്രൈവിങ് സ്കിൽ നിങ്ങൾ റേറ്റ് ചെയ്യും. പറഞ്ഞു തീർന്നില്ല അതിന് മുന്നേ. എൻ്റെ പൊന്നോ, ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് അവസ്ഥ. നമ്മുടെ ആരോ ഫൈറ്റ് എടുക്കുന്നു. ആരെവിടെ? ആരോ അങ്ങോട്ട് തുള്ളിയല്ല. ആരോ അങ്ങോട്ട് തുള്ളിച്ചാടി ഗൈസ്. അവൻ എന്നെ കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. എന്നെ കണ്ടിട്ടില്ല അവൻ. നമുക്കവനെ അടിക്കാം, പയ്യെ അടിക്കാം. കണ്ടവൻ 95. അവൻ്റെ വെസ്റ്റ് പൊട്ടിയിരിക്കുകയാണെന്ന് തോന്നുന്നു. സ്കൈലർ വിട്ടിട്ടുണ്ട്. ആദ്യമായിട്ടാണ് സ്കൈലറൊക്കെ അങ്ങനെയൊക്കെ പോകണത്. ഒരു 50 കൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ 59 വിട്ടിട്ടുണ്ട്. അവൻ സോണിലോട്ട് തുള്ളി കയറുവാണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു അവൻ്റെ മെഡിക്കറ്റ് ഇല്ലെന്ന് തോന്നുന്നു. മെഡിക്കറ്റ് അടിക്കുവാണ്. അങ്ങനെയാണ് അവനെ അവിടെ വെച്ചിട്ട് അടിച്ചു. സൂപ്പർ മണ്ടനാണോ അത്? 43. അവൻ വെസ്റ്റ് ഒന്നും റിപ്പയർ ആക്കിയിട്ടില്ല. മണ്ടനാ, ഏതോ ഒരു മണ്ടനാ ഗൈസ്. ഇങ്ങനെയായിരുന്നു എൻ്റെ കളി തീർന്നു. ഓക്കെ, ഇങ്ങനെയായിരുന്നു. ഓക്കെ, അങ്ങനെ ആ കളിയിൽ നിന്ന് നമുക്ക് കിട്ടിയത് 10+ ഗൈസ്. ഓക്കെ, ഇനി നമുക്ക് എലൈറ്റ് മാസ്റ്റർ എന്നൊക്കെ എലൈറ്റ് ഹീറോയ്ക്ക് അടിക്കാനായിട്ട് 5+. വെറും 5+ മതി. അപ്പോൾ ഈ കളി നമ്മളങ്ങനെ കൊണ്ടുപോയി കളയണോ? വേണ്ട. നമ്മൾ ഈ പോച്ചിനോക്കിൻ്റെ ഇവിടെയുള്ള ഈ ടവറിൻ്റെ ഇങ്ങോട്ട് നേരെ വന്നിറങ്ങിയിട്ടുണ്ട്. ടവറിൻ്റെ അങ്ങോട്ട് പോകാനായിട്ടാണ് നോക്കിയത്, പക്ഷെ അങ്ങോട്ട് വന്നില്ല. ഓക്കെ, അപ്പോൾ ഗൈസ്, ഇനി ഇതുപോലത്തെ വീഡിയോസ് ഞാൻ ഇടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യും. നിങ്ങളുടെ ഓരോ കമൻറ്റും നമുക്കൊരു മോട്ടിവേഷനാണ് ഗൈസ്. പിന്നെ ഞാൻ ഏതൊക്കെ ക്യാരക്ടർ സ്കില്ലൊക്കെ യൂസ് ചെയ്യണമെന്ന് എന്നെ ഒന്ന് സജസ്റ്റ് ചെയ്യുക. BR സർവൈവലാണ് ഞാൻ കളിക്കുന്നത്. ഞാനിപ്പോൾ കൈറോസ് ക്യാരക്ടർ എനിക്ക് കളയാൻ പറ്റത്തില്ല. കൈറോസ് അവിടെ നിർത്തിക്കൊണ്ട്, കൈറോസ് ഒരു പാസീവ് ക്യാരക്ടറായിട്ട് അവിടെ നിർത്തിക്കൊണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ആക്റ്റീവ് ക്യാരക്ടറും വേറൊരു 3 ക്യാരക്ടർ സ്കില്ലൊന്ന് സജസ്റ്റ് ചെയ്യുക ഗൈസ്. എനിക്ക് ക്യാരക്ടർ സ്കില്ലൊന്നും അറിയത്തില്ല, ഏതൊക്കെയാണ് നല്ലതെന്നൊന്നും അറിയത്തില്ല. എൻ്റെ കയ്യിൽ കുറേ FF ടോക്കണൊക്കെ കിടപ്പുണ്ട്. മിക്ക ക്യാരക്ടേഴ്സും ഒന്നും ഞാൻ എടുത്തിട്ടില്ല.
അപ്പോൾ അതൊക്കെ ഞാൻ ദിമിത്രി അല്ലിട്ട് ഇത്ര നാളിട്ടുകൊണ്ട് കളിച്ചത്, അതുകൊണ്ട് ഞാൻ ക്യാരക്ടർ സ്കില്ലൊന്നും മാറ്റിയില്ലായിരുന്നു. ദിമിത്രി, സോണിയ, കൈറോസ്, മാക്സിം, മോക്കോ സി എസിലിടും. ബി ആറിലാണേ മാരോ ലുക്കറ്റോയെ അതൊക്കെ ഇട്ടുകൊണ്ടാണ് കളിക്കുന്നത്. അധികം ക്യാരക്ടറൊന്നും ഞാൻ ലോക്കാക്കി വെച്ചിട്ടില്ല. അയ്യോ ആരോ അടിച്ചു തന്നെ, അവിടെ നിൽപ്പുണ്ടവൻ. അവനതിൻ്റെ അകത്താണ് നിന്നത്. ഞാൻ ഇതിലം വഴി പോകാൻ കാരണം എന്ന് പറഞ്ഞാൽ അവൻ്റെ കയ്യിൽ ഗണ്ണില്ലായിരുന്നു. അവൻ GAT വെച്ചിട്ടാണ് എന്നെ അടിച്ചത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നെ അങ്ങനെ എലിമിനേറ്റ് ആക്കിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, എന്നെ GAT വെച്ചിട്ടാണ് അടിച്ചത്. അപ്പോൾ ഞാൻ മറ്റേ സൈഡിൽ കൂടെ ഞാൻ അവിടെ കൂടെ ഓടിപ്പോകാൻ കാരണം ഞാൻ അവനെ അതിൻ്റെ അകത്തിരിക്കുന്ന കണ്ടായിരുന്നു, ആ പെട്ടി വീടിൻ്റെ അകത്ത്. പക്ഷെ ഞാൻ ഓടിപ്പോകാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുമായിരുന്നു പറയാൻ പോകുന്നത്, ഇങ്ങനെ ഇടക്ക് പറയാൻ പോയി ഇങ്ങനെ വിട്ടുപോകും. ഞാൻ ഓടിപ്പോകാൻ കാരണം എന്തുമായിരുന്നു, അവനെ കൺഫ്യൂഷൻ അടിപ്പിക്കാനായിരുന്നു. ഞാൻ പുറകിലോട്ട് ഓടിപ്പോണ പോലെ അവനെ കൺഫ്യൂഷൻ അടിപ്പിക്കാനായിരുന്നു. എന്നിട്ട് ഞാൻ തിരിച്ച് അതിൻ്റെ അകത്തോട്ട് തന്നെ പോകാനായിട്ടായിരുന്നു എൻ്റെ പ്ലാൻ. പക്ഷെ അവൻ GAT വെച്ചിട്ട് അവൻ്റെ അഹങ്കാരം കാണിച്ച്. എന്നിട്ട് ഞാനവിടെ ഗ്ലൂ വാളിട്ട് ഫ്രണ്ടിലോട്ട് കയറി ചെല്ലാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും പുറയുന്ന ആരെയും അടിച്ചു. ഇതാണ് അവസ്ഥ. ഞാൻ കളിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അറിയാതെയൊക്കെ ഇതിലൊക്കെ പിടിച്ച് താഴത്തോട്ടായി പോകും. ഇനി ഇവിടുന്ന് അത്ര ഓടിപ്പോണം. അപ്പോൾ ഗൈസ് ഞാൻ ഒന്നുകൂടെ പറയുവാണ്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും. നമ്മൾ റോഡ് ടു 7K സബ്സ്ക്രൈബേഴ്സാണ് ഗൈസ്. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ ഈ കളിയിൽ നിന്ന് ഞാൻ ലേറ്റ് അടിച്ചിട്ടേ പോവുള്ളൂ. ഇതെൻ്റെ വാശിയാണ്. ഈ കളിയിൽ നിന്ന് ആഴ്സണൽ കീ കണ്ടാ, ഭാഗ്യം കണ്ടാ, P90. ഏതാ ഭാഗ്യം, ഞാനവിടെ ചാവാൻ കാരണം ഇതാ ഗൈസ്. അല്ലെങ്കിൽ എനിക്കൊന്നും കിട്ടത്തില്ല. എക്സമേറ്റ് പൊന്നോ, കുഴപ്പമില്ല. എക്സമേറ്റ് തന്നെ വെച്ചേക്കാം. ഫമാസിലും ഭേദമൊക്കെ എക്സമേറ്റാണ്. ഇവിടെ നിന്ന് താണ്ടെ ചാടി വന്നിട്ടുണ്ട്. സ്കാർ എടുക്കാം. എനിക്ക് എക്സമേറ്റിനേക്കാൾ ഇത്തിരി കംഫേർട്ട് സ്കാറാണ്. എന്നാൽ സ്കാർ വെച്ച് എനിക്ക് അത്രയ്ക്ക് നന്നായിട്ട് കളിക്കാനൊന്നും അറിയത്തുമില്ല. അതേതാണ് ഞാനത് ശ്രദ്ധിച്ചില്ല. ഓക്കെ, AK അത് M60 ആയിരുന്നു. M60. ഓക്കെ, നമുക്കിവിടെ നിന്ന് തിരിച്ചു പോകണോ? ഇല്ലേ, വേണ്ട, നമുക്ക് ഇത്രയും നേരം കൂടെ ഈ സോണിലൊക്കെ ഒന്ന് നിന്ന് കറങ്ങാം ഗേസ്. നമ്മൾ താണ്ടെ ആ വീടിൻ്റെ അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. അവിടെ ചെന്നിട്ട് വല്ല ലൂട്ട് വല്ലതും ഉണ്ടെങ്കിൽ ലൂട്ടടിക്കുക. എന്നിട്ട് നമുക്ക് തിരിച്ച് സോണിലോട്ട് പോകാം. ആഴ്സണൽ തുറക്കാനായിട്ട് പോകാം. കാര്യം ആഴ്സണൽക്ക് നമ്മളെ കയ്യിൽ ഓൾറെഡി ഉണ്ടല്ലോ. അതിൻ്റെ അകത്തുനിന്ന് ലൂട്ടൊന്നും അടിക്കാനല്ല, ഞാനിതിരെ ടൈമൊന്ന് ഡിലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ നിന്നത്. അതാകുമ്പോൾ എനിമീസിൻ്റെ എണ്ണമൊക്കെ ഇത്തിരി കുറയുമല്ലോ. എന്നിട്ട് നമ്മളിവിടുന്ന് നേരെ വണ്ടി എടുത്ത് തിരിച്ച് വളച്ച് പോകുന്നുണ്ട്. വിലയോ നോക്കുമ്പോൾ 26 അപ്പോഴാണ് എന്നെ ഏതോ ഒരുത്തൻ അടിച്ചത്. ഞാൻ അവനെ തിരിച്ചടിക്കണമെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് നിന്നത്. കാര്യം ലൈവ് 25. ഇനിയിപ്പോൾ അടിച്ചാലും നമുക്ക് പ്ലസ്സേ കിട്ടുള്ളൂ. അപ്പോൾ ഇത്തിരി ഡാമേജൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അവനവിടെ ഓടിപ്പോണ്. അപ്പോൾ 22, 23, 24 ഇത്രയും ഡാമേജ് പോയി സ്കാറിന്. സ്കാർ ലെവൽ 2 ആയിരുന്നു. ഓക്കെ, അവന് ഇത്തിരി ക്ലോസ് റേഞ്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് P90 എടുക്കാം. ഞാനൊരു ഫ്രണ്ടിലോട്ട് കയറി വന്നിട്ടുണ്ട്, അവനും ഫ്രണ്ടിലോട്ട് ഓടി വരുന്നുണ്ട്. എന്താ, അവനവിടെ ഗ്ലൂ വാലിട്ട് നിർത്തി. എൻ്റെ കയ്യിൽ ആകെ ഒരു ഗ്ലൂ വാലോ ഉണ്ടായിരുന്നുള്ളൂ. ആ ഗ്ലൂ വാലാണെങ്കിൽ പോവുകയും ചെയ്ത്. ഞാനാണെങ്കിൽ സ്കൈലർ ഇടാതെ നിൽക്കുകയും ചെയ്യുന്നു. എനിക്കതൊന്നും വരത്തില്ല ആ സമയത്ത്. സ്കൈലർ ഇട്ടിട്ടുണ്ട് ഞാൻ. എന്നിട്ട് 14 കൊടുത്തു. അവൻ്റെ ഗ്ലൂ വാലെല്ലാം ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 20, 21 കൊടുത്തു. അവൻ എന്നെ ഹെഡ് ഷോട്ട് അടിച്ച് ഫിനിഷ് ആക്കിയിട്ടുണ്ട് ഗേസ്. ഓക്കെ, പക്ഷേ ആ കളിയിൽ നമുക്ക് 7+ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഹീറോയിക്കിൽ നിന്ന് എലൈറ്റ് ഹീറോയിക്കിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഇത്ര നേരം വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്ക് തരിക ഗൈസ്, പ്ലീസ്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾക്കായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം ഗൈസ്. ബൈ.